വേദവരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയിന്ന് ഇപ്പൊ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ട് ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല ഭുവനപ്പന് തന്നെ. പൂമാല ഇടാൻ വരട്ടെ. ഇപ്പൊ 23 കോലയായുള്ളു. 45ാമത്തെ കോല ആകട്ടെ, അപ്പൊ കാണാം. 45ാമത്തെ കോലിലാ ചതിയിരിക്കുന്നെ. എന്റെ ഈശ്വര, എന്താ എന്താ ശബ്ദം കേട്ടെ? എന്താണ്? എന്താ? ആ തൊട്ടിയം തലക്കട്ടെ. ഇടിക്കണോ? എന്താടാ? എന്ത് പറ്റിയടാ? എന്താ എന്ത് പറ്റിയടാ പ്രേമ? എന്താ എന്താ ഉണ്ടേ? പാറ താഴെ ഞങ്ങോട്ട് മുഴുവൻ പാറയാ. എന്താ എന്ത് പറ്റി? പാറ. പാറയോ? ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഒന്നും. പണ്ടത്തെ ഭൂമിയൊലുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത്. ആ പാറയാ അന്നത്തെ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത്, സ്വപ്നഭൂമിയെ രക്ഷിച്ചത്. അതിഞ്ഞ് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണിടിച്ചിലുണ്ടായേക്കാം. എങ്ങനെ പറ്റി എനിക്ക് തെറ്റ്? പൂജാ മന്ത്രങ്ങൾക്ക് തെറ്റി, വേദപുസ്തകത്തിന് തെറ്റി, പണിയായുധങ്ങൾക്കും പെലിവ പക്ഷിക്കും തെറ്റി. ഈ മേസ്ത്രിയുടെ കാലും കൈയും തല്ലി ഓടിച്ച കിണറ്റിനകത്തിട്ട് മൂടുകയാ വേണ്ടത്. എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ. ഇപ്പോഴെന്തായി? ഇയാളുടെ ശാസ്ത്രവും ആചാരവും ഒക്കെ പഠിച്ചില്ലേ? കില്ലാടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കും തെറ്റുപറ്റിയില്ലേ? ഉടുക്ക് ശകുനം പറഞ്ഞു, ദൈവ നിമിത്തമായിട്ട് വന്നു, പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു. പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനൊരു ചതിയുള്ളത് ആരറിഞ്ഞു? അറിയണല്ലോ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും കിണറുകുഴിയുടെ സകലമാന ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ അറിയണമല്ലോ. നിങ്ങൾ എന്ത് വർത്താനാണോ പറയുന്നത്? ഇവനെന്താ ശ്രമിക്കാഞ്ഞിട്ടാ? നിങ്ങൾക്കൊക്കെ വല്ല നഷ്ടം വന്നോ? അധ്വാനം നഷ്ടം വന്നോ? കാശി നഷ്ടം വന്നോ? പിന്നെ കുറെ അഭിപ്രായങ്ങൾ. അത്ര വലിയ തള്ളുണ്ടെങ്കിലേ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ പാറയെ കൊണ്ട് കടിച്ചു മുറിച്ചാളി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി വെറുതെ സമയം കളയാതെ വേറെ വല്ല മാർഗം ഉണ്ടോ നോക്ക്. രണ്ട് മാർഗങ്ങളെ തോന്നുന്നുള്ളൂ. ഒന്നെങ്കിൽ അയൽഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക. അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണർ പണിയുക.
ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ്, ഞങ്ങളുടെ സ്വർഗം. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പഞ്ചഭൂതങ്ങളാണ്. പ്രാർത്ഥനയേ ഉള്ളൂ, ആരാധനയില്ല. മതങ്ങളില്ല, വിശ്വാസങ്ങളേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം, ഒരേ കലവറയിലെ ഭക്ഷണം. ഇവിടെ കളവില്ല, ചതിവില്ല, ശത്രുതയില്ല, രോഗങ്ങളുമില്ല. ഈ ജീവിത രീതിയുമായി ചേർന്നുപോയി ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല. ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണുകയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം. വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്ന മുമ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം. അത് ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ശരി. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി. എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യമെന്ന് വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ? കിണറ് കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ച് തരൂന്ന്. ആ കുടം വെള്ളം എനിക്ക് വേണം. തരുവോ? പറ. തരാം. പക്ഷേ സ്വപ്നഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. ആ ദേവി നീയാ, അടുത്ത സുമംഗലിയും നീയാ. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ഒന്ന് സഹായിച്ചു കൊടുക്കും. കുറച്ച് രൂപ കൂടി വേണം. വണ്ടിക്കന്നെ കൊടുത്താൽ മതി. ആരവിടെ? ഒന്ന് മാറി വാസുണ്ണ. എന്തത്? പന്ത്. ഇത് ബോംബാ. എന്താ പറയുമ്പോ ഇതൊക്കെ? ഇത് വെടിമരുന്ന്, കരിമരുന്ന്, പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ. വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല് അല്ലെങ്കിൽ നേട്ടം. ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുമെന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്ധമായിട്ട് അങ്ങോട്ട് ചെയ്യ. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്നഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ പറ. പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്നഭൂമിയിൽ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല, ഒരിക്കലും.
എന്താ പ്രേമ അവളെന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടമായതുകൊണ്ട് ആ, ദേവേന ഇനി പണിക്ക് വരുന്നില്ലാന്ന്. പോകാൻ പറയണേ. അവിടെ ഇരിക്കണേ, നിനക്ക് ഞാനുണ്ട്. ഞാൻ നീ വാ. വാടാ. വാ. ആ, ഇനി നിങ്ങളിത് നോക്കിക്കോ. ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം. ഹ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. വാസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നേ? കിണർ പണി, കിണർ പണിയണം, വെള്ളം കെട്ടണം, വെള്ളം കെട്ടണം, കിണർ പണിയണം. ഷോ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. ഇന്ന് ദേവയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അത് ശരിയായില്ല. ഈ സമയത്ത് ദേവയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. രണ്ടുപേരും കൂടിയോ? എടാ, കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതെ, വാസുണ്ണൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴിഞ്ഞു കയറിയില്ലേ? ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? പണ്ടേ പോതൂരെ ഈ ആശ്രമസുന്ദരിയുമായി ഞാൻ സ്വല്പം ഒന്ന് സല്ലപിച്ചോട്ടെ. എടാ പ്രേമ, എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളകിയോ? എടാ 4 സൈഡിൽ കൂടി ഈ കൂട്ടടി വരിക. കാര്യം പറയടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവയാനിയും തമ്മിൽ കടുത്ത പ്രേമം. ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം. ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ വെറുതെ. ഏതായാലും ആടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ അതുകൊണ്ടെന്താ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ. ഞാനും കാമുകൻ നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് നീ വരില്ലേ? ആര്യപുത്രി, എന്റെ മനസ്സിനെ മയക്കിയ നീ കാലം എവിടെയായി? എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? അതെപ്പോ? അത് ശരി. അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ ഭാവം. എന്റെ അച്ഛനാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചോ? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രദീപേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം. ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നുമില്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ വെച്ചിന്ന്. അല്ല, അപ്പൊ ഇന്ന് വെച്ച് ഇന്ന് തന്നെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ 4 സൈഡിൽ നിന്ന് അടി കിട്ടും. ഇന്ന് തന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാൽ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ.
എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നേ ഞങ്ങൾ പൊട്ടിച്ചേക്കാം. വിക്കാസ് എടുത്തോ. നല്ല മൂർച്ചയുള്ള പാരയുണ്ടല്ലോ, പിന്നെ എന്തിനാ വിക്കാസ്? വാസുണ്ണോ, എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്? പിന്നെ ദേവ് ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വാ വാ വാടോ. എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാൻ ഈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം കൂടെ വേണ്ട. അല്ലെങ്കിൽ കുട്ടി കൊടുക്ക്. ആ പാറ തുറന്ന് ബോംബ് അതിനകത്ത് പണിയുണ്ടല്ലോ, അതാണ് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കണു. പണിയിക്കല്ലേ പണിയിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണർ മേസ്തിരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ച് പിടിച്ചേ കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമിയിൽ എവിടെയാ പൂച്ച? പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയിലാ. അല്ലടാ പ്രദീപേ? ആ മോള് വേഗം ചെല്ലു, ഇവിടെ പണിയണിയൊന്നുമില്ല. വേ പോ പോ പോ. വാസുണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ. ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയ പാവം കൊച്ചിന് വെറുതെ പാവം പാടിപ്പോയി. ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖരിക്കാനുള്ള പോക്കാ. ദേവു, എന്താ വാസുണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്നാ വാസുണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച ഈ ആക്ഷൻ കണ്ടോ? ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പ് കണ്ടില്ലേ, ഒരു വൃത്തികെട്ട ശൃംഗാരം. വൃത്തികെട്ടവൻ. മതി മതി, ഒന്നുകൂടെ വന്നേ. എന്താ എന്താണ് എന്റെ ഈ പ്രേമ? വാസവനോട് മാറിയെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹോ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല. പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ. എല്ലാം പഠിച്ചു വരണം. അറിയാത്തൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കണത്. ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്താ ഞാൻ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും, പ്രേമം. പ്രേമക്കൂത്ത്. പ്രേമോ? ആർക്ക്? ആരോട്? അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എനിക്ക് വയ്യ. ഒന്നിങ്ങോട്ട് വന്നേ. വാസുണ്ണൻ അറിഞ്ഞോ, നമ്മൾ ഇന്നലെ ഇവിടുന്ന് സംസാരിച്ചില്ലേ? ഇന്ന് സംസാരിച്ചില്ലേ? നമ്മൾ എന്തെടുക്കായിരുന്നു വാസുണ്ണൻ വിചാരിച്ചത്? നമ്മള് പ്രേമിക്കായിരുന്നു. ആ വാസുണ്ണ, നമ്മൾ തമ്മിൽ പൊരിഞ്ഞ പ്രേമാണത്ര. ഈ സുന്ദര കില്ലാടി. എടാ, നീ ആകെക്കൂടെ ഒരു മടക്ക് കൂടേണ്ട അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് 40 സോപ്പിട്ട് കുളിച്ചാലും വാടപോകാത്ത വർത്താനങ്ങളാണ്. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ അങ്ങനെയൊക്കെ ഉണ്ടടാ. എന്താണ് ഉമ്മ വെച്ചു? അതല്ല, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വാസുണ്ണ, എന്റെ മാനം കളയരുത്. ഞാനിവിടെ കൊണ്ടു വെച്ചേ. നോക്ക്, എന്റെ പൊന്നു മോൾ ഒന്നും വിചാരിക്കരുത്. ഇവേ
ആയിക്കോട്ടെ. എല്ലാരും ഒന്ന് ഇറങ്ങി നിൽക്കണം. കുറച്ചൊരു പൊറോട്ട ഒന്ന് മാറിക്കോ. നോക്കി നിൽക്കാതെ പൊറോട്ട മാറിക്കേ. വീണ്ടും തെറ്റി. പ്രേമ, ഓ, ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനിവിടെ വരാൻ ഞാനാണ് കാരണം നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ? ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം വാസുണ്ണ. എങ്ങനെയാ അങ്ങനെ കിടക്കുന്ന ഒരുത്തിനും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നത്? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്യ കൂട്ടെടുക്കണം. അതിന് 4 മരുന്നുമുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലുമാകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമിടിപ്പ് നിലയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്തു നൊന്തു പ്രാർത്ഥിക്കണം. ദേവി അനുഗ്രഹിച്ചില്ല, അതുകൊണ്ടല്ലേ. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും
ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയിന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്കിപ്പോഴും തമാശ. ഓരോ മാത്രയിൽ ചത്തുകൊണ്ടിരുന്നത് ഞങ്ങളാ. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസോണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എന്റെ അച്ഛൻ. ഇപ്പോ ഇവിടെ ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസോണ്ണ, ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണ് തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോർള് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടങ്ങ് പിഴുത് മാറിയിരുന്നടാ. ഒരു 10-70 കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കാം. ഈ സ്വപ്നഭൂമി അതിന്റെ മാറ് ചെലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റ് ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം, പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവില്ല, തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം. ഉറങ്ങിക്കോളൂ. ലേശം ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ ഉറങ്ങ.